താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. തിരിച്ചറിയുക പിശാചിനെയും അവൻ്റെ പ്രവർത്തികളെയും. തിരിച്ചറിയുക മീൻസ് കണ്ടെത്തുക. കണ്ടെത്തുമ്പോൾ എന്ത് സംഭവിക്കും? പലരും ഇவ்விധത്തിൽ കാവ്യാത്മകമായി പറഞ്ഞ് വളരെ രസകരമായി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഭൂമിയിൽ ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഒരു വശത്ത് പിശാച്, മറുവശത്ത് ദൈവം. രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. അതിനിടയിൽ പെട്ടുപോകുന്ന പാവം മനുഷ്യർ ഇല്ലേ? കേട്ടിട്ടില്ലേ? പറഞ്ഞ് വായിച്ച് ഉണ്ട്. എന്നാൽ കേൾക്കാൻ രസമാണെങ്കിലും റിയാലിറ്റി, ഭക്തനറിയുന്ന റിയാലിറ്റി, അതെ, നിങ്ങൾ അറിയേണ്ട റിയാലിറ്റി മറ്റൊന്നാണ്. എന്താ? യുദ്ധമുണ്ട്. പിശാചും ദൈവവുമായല്ല, പിശാചും മനുഷ്യരുമായി. വിശുദ്ധ വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി അത് ഇவ்விധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല, എന്നെയും നിങ്ങളെയും പോലെ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാര ലോകത്തിലെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും. ആർക്ക് പോരാട്ടമുണ്ട്? എനിക്കും നിങ്ങൾക്കും പോരാട്ടം ഉണ്ട്. ആ പോരാട്ടത്തിൽ, അതേ, നമുക്ക് നമ്മെപ്പോലുള്ള മനുഷ്യരോട് പോരാട്ടമുണ്ടാകുമ്പോൾ നമ്മുടെ മസിൽ പവറോ അധികാരമോ ആൾബലമോ പണബലമോ ഒക്കെ നമ്മെ വിജയിപ്പിച്ചേക്കാം. എന്നാൽ പിശാചിനോട് പോരാട്ടമുണ്ടാകുമ്പോൾ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ഭൗതിക ശരീരം കൊണ്ട് നമ്മൾ നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയുന്നത് പോലെ തിരിച്ചറിയുവാൻ കഴിയാത്ത പിശാചിനോട് പോരാട്ടമുണ്ടാകുമ്പോൾ നിങ്ങൾ പകച്ചു നിന്ന് തകർന്നു പോകാതിരിക്കുവാൻ, ആ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുവാൻ നിങ്ങൾക്കൊപ്പം കൂടുന്നവനാണ് ദൈവമെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്കൊപ്പം ചേർന്നത് പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ. അതേ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിൻ്റെ പ്രവൃത്തി നിങ്ങളെ വ്യസനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ല, നിങ്ങളുടെ വ്യസനത്തിനും നിങ്ങളുടെ കണ്ണുനീരിനും നിങ്ങളുടെ നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായി മാറിയിരിക്കുന്ന അതേ ആ പ്രവർത്തികൾ, അത് പിശാചിൻ്റെതാണ്. ആ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുവാൻ, ആ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, ആ വേദനയുടെ നിരാശയുടെ ദുഃഖത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവപുത്രൻ, അതേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായി. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഔവിധത്തിൽ കെട്ടുകൾ അഴിയപ്പെട്ട്, സ്തോത്രം, പിശാചിന്റെ പ്രവർത്തികളാൽ കെട്ടി വരിയപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് സന്തോഷത്തോടെ ദീർഘനിശ്വാസം വിട്ട് ചിരിക്കുവാൻ തുടങ്ങിയ, എനിക്കിന്ന് ചിരിക്കണമെന്ന്, സ്തോത്രം, എനിക്കൊന്ന് ഉള്ളു തുറന്ന് ചിരിക്കണമെന്ന്, എനിക്കൊന്ന് സന്തോഷത്തോടെ ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ആമേൻ പറഞ്ഞേ. താങ്ക് ഗോഡ്. നിങ്ങളിന്ന് സന്തോഷമായി സുഖമായി ദീർഘനാളുകൾക്ക് ശേഷം ഉറങ്ങുവാൻ പോകുക. സഹോദരി, നിന്നെ കുറിച്ച് ഒരുപാട് നാളുകളായി നീ ഒന്ന് ഉറങ്ങിയിട്ട്, സ്തോത്രം, ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചു. പല സമയങ്ങളിൽ രാത്രി പറ്റാത്തത് കൊണ്ട് പകലൊക്കെ നീ, സ്തോത്രം, പക്ഷെ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങി വരുമ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാ, സ്തോത്രം. ഈ സ്വപ്നങ്ങൾ നിനക്ക് അന്യമല്ല. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതേ ആ സ്വപ്നങ്ങൾ, നിന്നെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, നിന്റെ തലമുറകളുടെ ഭാവി, നിന്റെ ഭർത്താവ്, നിന്റെ നാളത്തെ ജീവിതം, സാമ്പത്തികമായി അനുഭവിക്കുന്ന ബാധ്യതകൾ, അത് നീ വല്ലാതെ ഒരു ഡിപ്രഷന്റെ അനുഭവത്തിലായിരിക്കുക. സ്തോത്രം. നീ ഇന്ന് സുഖമായി ഉറങ്ങുവാൻ പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ചിലരെ കർത്താവ് സുഖമായി തലോടി ഉറക്കുവാൻ പോകുക. ഒരമ്മ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുന്നത് പോലെ, സ്തോത്രം, ആ ദൈവസാന്നിധ്യം ചിലർ അനുഭവിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. എന്തായിരിക്കണം പ്രാർത്ഥന? കർത്താവേ, എനിക്കൊന്ന് ഉറങ്ങണം. എൻ്റെ ഉറക്കത്തെ നഷ്ടപ്പെടുവാൻ തക്ക വിധത്തിൽ പിശാച് കെട്ടിയ കെട്ടുകളെ പൊട്ടിച്ച്
ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് തഴുകി ഉറക്കുന്നത് പോലെ അങ്ങനെ ഒന്ന് ഉറക്കണമേ. എനിക്കൊന്ന് ഉറങ്ങണം. സ്തോത്രം. എനിക്കൊന്ന് സന്തോഷമായിരിക്കണം, എനിക്ക് സമാധാനമായിരിക്കണം, എനിക്ക് സ്വസ്ഥമായി രുചിയോടെ എൻ്റെ വീട്ടിൽ വെക്കുന്ന ആഹാരം കഴിക്കണം. ഓ താങ്ക് ഗോഡ്. സ്തോത്രം. വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നുണ്ട്, ആ മണം വരെ അത് ആസ്വദിക്കുവാൻ പറ്റുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് വരുന്ന മണം, അടുപ്പിൽ നിന്ന് വരുന്ന മണം, പക്ഷേ മേശപ്പുറത്ത് അത് ആസ്വദിക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. ആഹാരത്തിൻ്റെ രുചി ആസ്വദിക്കുവാൻ കഴിയാതെ പോയ ചിലർ, സ്തോത്രം, നിങ്ങൾ ആസ്വദിച്ച് ആഹാരം കഴിക്കുവാൻ പോകുക. ഒറ്റയ്ക്കല്ല. വിശപ്പ് തീരാൻ വേണ്ടി ചവറ് കഴിക്കും പോലെ, അങ്ങനെയാണ് നീ പറയുന്നത്. ചവറ് കഴിക്കും പോലെ കഴിക്കുക, വായിക്കൊരു രുചിയില്ല. ഒറ്റയ്ക്ക് അത് മാറുക. നീയും നിന്റെ മക്കളും നിന്റെ ഭർത്താവും ഒരുമിച്ച്, ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് രുചികരമായി ആസ്വദിച്ച് ആ ഭക്ഷണം കഴിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. സഹോദരി, സഹോദര, നീ വിദേശത്താ, നിനക്കൊപ്പം, സ്തോത്രം, ആ ഫോണിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുവാൻ പോകുക. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നിന്റെ മക്കൾ ആസ്വദിച്ച് കഴിക്കുന്ന ആ സന്തോഷം നീ കാതങ്ങൾ അകലെയാണെങ്കിലും നീ അനുഭവിക്കുവാൻ പോകുക. അത് നീ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. അതിനാ നീ കഷ്ടപ്പെടുന്നേ, അതിനാ നീ എല്ലാ സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ചേ. അത് കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. അപ്പോൾ അതിനായി പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഇന്ന് മറുപടി തരും. പ്രതീക്ഷ അത് വലുതായിരിക്കണം. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. വചനം പറയുന്നു, അവൻ വലിയവനാണ്. വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ചെറിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കേണ്ട. ആ പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും നിങ്ങൾ അനുഭവിക്കുന്ന അതേ ആ നല്ല നാളുകൾ, നല്ല ദിവസങ്ങൾ പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു വാക്യം വായിച്ചുകൊണ്ട് തന്നെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുന്നത് പോലെ. കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുന്നത് പോലെ. കണ്ടുപിടിക്കുക, തിരിച്ചറിയുക എന്ന വാക്കോടെയാണ് ഈ മെസ്സേജ് തുടങ്ങിയത്. മീൻസ് കണ്ടുപിടിക്കുക. ആരെ കണ്ടുപിടിക്കുമ്പോൾ? ഇവിടെ പ്രസ്തുത വേദഭാഗത്തിൽ യിരെമ്യാവ് പറയുന്നു, കള്ളനെ. കള്ളനെ. ആരാണ് കള്ളൻ? അപ്പോ നിങ്ങൾ ചിന്തിച്ചേക്കാം, ദേവദാസനെ മെസ്സേജ് വഴിതിരിഞ്ഞു പോകുന്നുണ്ടോ? നമ്മൾ പിശാചിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ? അത് തന്നെ. ആരാണ് പിശാച്? ഒന്നാമത്തെ ചോദ്യം, ആരാണ് പിശാച്? അല്ല, നിങ്ങൾക്ക് ആരാണ് പിശാച്? 2, ആ പിശാചിൻ്റെ പ്രവൃത്തി എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്? 3, ആ പ്രവൃത്തി എന്താണ്? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്. ആരാണ് നിങ്ങൾക്ക് പിശാച്? യേശുക്രിസ്തു പറയുന്നു, കള്ളൻ. ആ കള്ളനെ കുറിച്ചാ യിരെമ്യാവും പറഞ്ഞേ. കള്ളൻ, പിശാച് നിങ്ങൾക്ക് കള്ളനാണ്. അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതെ, കള്ള ഇടയൻ്റെ വേഷത്തിൽ, അഥവാ വേഷം മാറി തൻ്റെ വ്യക്തിത്വം പ്രദർശിപ്പിക്കാതെ, തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ചില പൊയ് മുഖങ്ങളിലൂടെ. പിശാചിനെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് അവൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയുവാൻ കഴിയത്തില്ല. എന്നാൽ പിശാച് ചില വ്യക്തികളെ കരങ്ങളിലെടുത്ത് നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എങ്ങനെ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയും? പിശാചിൻ്റെ പ്രവൃത്തി എന്തെന്ന് 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ സുവിശേഷമാണ് കേട്ടോ, അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പിശാച് അഥവാ കള്ളൻ വരുന്നത് അറുക്കുവാനാണ്, മുടിക്കുവാനാണ്, മോഷ്ടിക്കുവാനാണ്. എന്താണ് പിശാചിനാൽ പിടിക്കപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ അധ്വാന ഫലം, നിങ്ങൾ സന്തോഷമായി സമാധാനമായി ജീവിച്ച് കർത്താവിൻ്റെ നാമമുയർത്തി അതേ അവിധത്തിൽ ആയിരിക്കുവാനുള്ളത് അനർഹമായി കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്നവർ പിശാചിനാൽ പിടിക്കപ്പെട്ടവരാണ്. അനർഹമായി നിങ്ങളുടെ അധ്വാന ഫലത്തെ കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്നവർ. അതേ സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന തൊഴിലിടത്തിൽ നീ കഷ്ടപ്പെടുന്നത്, നീ അധ്വാനിക്കുന്നത് അനർഹമായി ചിലർ കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ,
അവർ അതിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ നീ പോലും അറിയാതെ, അത് തന്നെ, നീ പോലും അറിയാതെ നിന്റെ ബുദ്ധിയെ കെട്ടി അയ്യോ കൊടുത്തു കഴിഞ്ഞിട്ട് പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, എന്നാലും എൻ്റെ മക്കൾ അനുഭവിക്കാനുള്ള, വീട്ടിലെ ലോൺ അടയ്ക്കാനുള്ള ആ പൈസ എടുത്തു കൊടുത്തേ, നാട്ടിൽ പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള പൈസ എടുത്തു കൊടുത്തേ, എന്നാലും എനിക്കിത് എന്ത് പറ്റി, എങ്ങനെ കൊടുത്തു? നിന്റെ ബുദ്ധിയെ കെട്ടി ആ വിചാരങ്ങളിലൂടെ, ദുർമന്ത്രവാദങ്ങളിലൂടെ പിശാചിനെ പ്രസാദിപ്പിച്ച് പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മനുഷ്യർ നിന്റെ ബുദ്ധിയെ കെട്ടി നിന്റെ നന്മ, അനർഹർ തന്നെ, അവർക്കതിന് അർഹതയില്ല, അങ്ങനെയുള്ള അനർഹർ അത് കവർന്നെടുക്കുന്നു. സ്തോത്രം. പിശാചിൻ്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയെ അഴിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു വന്നു. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അനർഹമായി നിന്നിൽ നിന്ന് കവർന്നെടുക്കപ്പെടുന്ന പിശാചിൻ്റെ പദ്ധതികൾ, ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ആ പദ്ധതികൾ അഴിയപ്പെടുക. സഹോദര, സഹോദരി, നീ അധ്വാനിക്കുന്നത്, നീ, നിന്റെ കുടുംബം, അതെ, നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ടവർ അത് അനുഭവിക്കുവാൻ തക്കവണ്ണം, സ്തോത്രം, നീ കെട്ടപ്പെട്ട അവസ്ഥയിൽ, നഷ്ടപ്പെടുന്നവനായി കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നുവെങ്കിൽ ആ കെട്ടിനെ കർത്താവ് പൊട്ടിക്കുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. ആമേൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം, ദൈവദാസനെ ഇത് കണ്ടെത്തണ്ടേ? അതാ പറഞ്ഞേ, മനസ്സിലാവുന്നില്ലേ? അനർഹമായി അവർക്ക് അതിനൊരു അർഹതയുമില്ല. നിങ്ങൾ അനുഭവിക്കുവാനുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി അവർ ചരട് വരികൾ നടത്തുന്നുണ്ടെങ്കിൽ അവർ പിശാചിനാൽ പിടിക്കപ്പെട്ടവരാണ്. അതിനെ നമ്മൾ തിരിച്ചറിയുക. തിരിച്ചറിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിയുമ്പോൾ ആ കെട്ട് അഴിയപ്പെടുന്നത്? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പൗലോസ് മെലീത്ത ദ്വീപിൽ ബെർബരന്മാരുടെ ഇടയിൽ എത്തുകയും അവിടെ തീ കൂട്ടുകയും ചെയ്യുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തീ കൂട്ടിയപ്പോൾ ചൂട് നിമിത്തം ഒരു അണലി പുറത്തു വന്നു. തീ കൂട്ടിയപ്പോൾ ചൂട് നിമിത്തം ഒരു അണലി പുറത്തു വന്നു. അണലി ഈ വിറകിൻ്റെ ഇടയിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. തീ കത്തിയപ്പോൾ, ചൂട് കയറിയപ്പോൾ അണലി പുറത്തു വന്നു. ആ തീ, അത് പ്രാർത്ഥനയാണ്. പുറത്തു വന്നത് ആ ദേശത്തെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന അണലി. പലരും വീർത്ത് ചത്തു വീഴുമാറാകുന്ന, അവിടെ ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പൗലോസിന്റെ കയ്യിൽ അണലി ചുറ്റിയപ്പോൾ അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞതാ, ഇവനിപ്പോ വീർത്തു വരും, ഇവന്റെ ശരീരം വീർത്തു വരും, വിഷം കൊണ്ട് വീർത്തു വരും, ഇവൻ വീണ് ചത്തുപോകും. അങ്ങനെ ഒത്തിരി പേർ വീണ് ചത്തിട്ടുണ്ട്. അവരതുവരെ കണ്ടെത്താത്ത ഒന്നിനെ അപ്പോസ്തലൻ പൗലോസ് കണ്ടെത്തി. പൗലോസ് തീ കൂട്ടിയപ്പോ ചൂട് നിമിത്തം അണലി പുറത്തു വന്നു. തീ, പ്രാർത്ഥന. നീ പ്രാർത്ഥിക്കുമ്പോ നിന്റെ നന്മ കവരുവാൻ തക്കവണ്ണം പതുങ്ങിയിരിക്കുന്ന ചിലത് പുറത്തു വരും. സഹോദരി, നീ പ്രാർത്ഥിക്കുമ്പോൾ ആ ചൂട് നിമിത്തം, പ്രാർത്ഥനയുടെ ചൂട് നിമിത്തം, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയുടെ ചൂട് നിമിത്തം നിന്റെ ഭർത്താവിൻ്റെ നന്മ കവരുന്ന ആ അണലി, ഓ സ്തോത്രം, ആ പന്ന പിശാചുക്കൾ, ആ പന്ന ജന്തുക്കൾ പുറത്തു വരും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ പുറത്തു വരുമ്പോൾ, ആമേൻ. എന്താ വചനം പറയുന്നേ? കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകും. അതെ, പുറത്തു വരുമ്പോൾ പന്ന പിശാച് ലജ്ജിക്കുവാൻ തക്കവണ്ണം അവൻ്റെ പദ്ധതികളെ കർത്താവ് തകർക്കും. സ്തോത്രം. നീ പ്രാർത്ഥിക്ക്. സ്തോത്രം. നന്മ കവരുന്നത് പുറത്തു വരും. ഓ സ്തോത്രം. നന്മ കവരുന്ന ശത്രുവും അവൻ്റെ പദ്ധതികളും പുറത്തു വരും. ഏത് വഴിക്കാ പോകുന്നേ? സ്തോത്രം. നീ അത് കണ്ടെത്തുവാൻ പോകുക. ആമേൻ. പ്രാർത്ഥിക്കുക സഹോദരി. നീ അനുഭവിക്കേണ്ട നന്മ ഏത് വഴിക്കാ പോകുന്നേ? നിനക്ക് ലഭിക്കേണ്ട പരിഗണന, നിന്നോടുള്ള സ്നേഹം ഏത് വഴിക്കാ പോകുന്നേ? അത് നീ കണ്ടെത്തുവാൻ പോകുക. പ്രാർത്ഥിക്ക്. ചൂട് നിമിത്തം പമ്മിയിരിക്കുന്നതൊക്കെ പുറത്തു വരും. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോ നീ അനുഭവിക്കേണ്ടതാണ് നിന്റെ ഭർത്താവിൻ്റെ സ്നേഹം, നിന്റെ ഭർത്താവിൻ്റെ കരുതൽ. പക്ഷേ ഏതോ വഴിയിൽ ശത്രു നിന്നെ ബന്ധിച്ച് അതിനെ കവർന്നു കൊണ്ടുപോകുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ ആ ബന്ധനത്തെ കർത്താവ് അഴിക്കുവാൻ പോകുക. നീ നിന്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ പോകുക. ആമേൻ, ആമേൻ. സ്തോത്രം. സഹോദര, നിന്നെ ബന്ധിച്ച് നീ അനുഭവിക്കേണ്ട നിന്റെ ഭാര്യയുടെ സന്തോഷത്തെ, സ്നേഹത്തെ കവർന്നു കൊണ്ടുപോകുക. അവർക്ക് ഇന്ന് നിന്നോട് കുറച്ച് സമയം സംസാരിക്കുവാൻ പോലുമില്ല. എന്താ വിളിച്ച് എന്ത് ചോദിച്ചങ്ങ് വച്ച് കളയുക. ഓ സ്തോത്രം. വല്ലാതെ ടെൻഷൻ എടുപ്പിക്കുക അല്ലേ ആ കവർച്ചയിൽ നിന്ന്. ആമേൻ. നീ പ്രാർത്ഥിക്ക്. സ്തോത്രം. ചൂട് നിമിത്തം നിന്റെ ഭാര്യയുടെ, നിന്റെ ഭർത്താവിൻ്റെ സ്നേഹത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളനാണേ.
മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പിശാച് പുറത്തു വരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പിശാചിന്റെ തലയിൽ നിന്ന് തകർക്കും. ഓ താങ്ക് ഗോഡ്, യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ആ പ്രവൃത്തി അഴിഞ്ഞു മാറുക. ഇനി ആ പ്രവൃത്തിയില്ല. മാതാവേ പിതാവേ, നിന്റെ തലമുറകളുടെ സന്തോഷത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന, അവരുടെ നല്ല ഭാവി, അവരുടെ സ്വപ്നങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന, അവരുടെ നല്ല സ്വഭാവത്തെ, നല്ല ശീലങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആ പിശാച് നീ പ്രാർത്ഥിക്കുമെങ്കിൽ പുറത്തു വരും. പുറത്തു വന്നാൽ ആ കെട്ടഴിയും. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകളെ കെട്ടിബന്ധിച്ച് അവർ പോലും അറിയാതെ, അല്ലേ? പലപ്പോഴും നീ ചിന്തിച്ചിട്ട് അയ്യോ എൻ്റെ മക്കൾക്ക് എങ്ങനെയാ ഇങ്ങനെ പെരുമാറാൻ പറ്റുന്ന, ഈ ശീലം അവർക്ക് എങ്ങനെ വന്നു, അവരിങ്ങനെ അല്ലല്ലോ, അവരിങ്ങനെ സംസാരിക്കത്തില്ലല്ലോ. കെട്ടിബന്ധിച്ചു കൊണ്ടുപോവുക. യെസ്, യേശുവിൻ നാമത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ചൂട് നിമിത്തം കള്ളൻ വെളിവായി വരും. ഓ ആ ബന്ധനങ്ങൾ അഴിയുവാൻ തുടങ്ങും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവൻ നിന്റെ ശരീരത്തെ ബന്ധിച്ച് നിന്റെ തൊഴിലിന് വേണ്ടിയാകാം, നിന്റെ പങ്കാളിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം, നിന്റെ കുടുംബജീവിതത്തെ, അത് തന്നെ ശുശ്രൂഷക നിന്റെ ശുശ്രൂഷ ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം. വളരെ ആഗ്രഹിച്ച് തീരുമാനമെടുത്തിറങ്ങും. ഇനി ഒരടി പിന്നോട്ട് വയ്ക്കത്തില്ല. ഇനി കർത്താവിന് വേണ്ടി നിൽക്കും. ശുശ്രൂഷകെ, ഇനി കർത്താവിന് വേണ്ടി നിൽക്കും. ഞാൻ ഇനി എൻ്റെ അപ്പന് വേണ്ടി നിൽക്കും എന്തു വന്നാലും. പക്ഷേ കാറ്റ് കുത്തിവിട്ട ബലൂണ് പോലെ തിരിച്ചങ്ങ് പോവുക. സ്തോത്രം. നീ പ്രാർത്ഥിക്കുമെങ്കിൽ ചൂട് നിമിത്തം നിന്റെ ശുശ്രൂഷയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന, നിന്റെ ആരോഗ്യത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആ പന്ന പിശാച് പുറത്തു വരും. ആ പിശാച് കെട്ടിയ കെട്ട് ഇന്ന് യേശു അഴിക്കും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ചില കെട്ടുകൾ പൊട്ടിമാറുക. താങ്ക് യു ലോർഡ്. അപ്പോ പിശാചിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയുക. മോഷ്ടിക്കും. 2, അറുക്കുക. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊല്ലുന്നവരും കൊല്ലപ്പെടുന്നവരുമാക്കി നിങ്ങളെ മാറ്റും. ഭർത്താവിൽ നിന്ന് സ്നേഹത്തോടെ ഒരു വാക്ക് കേൾക്കുവാൻ കൊതിച്ച് കാത്തിരിക്കുന്നു. സ്നേഹത്തോടെയുള്ള വാക്കിന് പകരം കൂർത്തുമൂർത്ത അസ്ത്രങ്ങളെ പോലുള്ള വാക്കുകൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇന്നും ഉള്ളിൽ കിടക്കുകയല്ലേ സഹോദരി? അതാണ് ഒന്നാമത്തെ കുഴപ്പം. വർഷങ്ങളായി അതും വെച്ചുകൊണ്ട് നടക്കുക വലിയ കാര്യം പോലെ. ആമേൻ. ജോലി സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്യും. എന്നിട്ട് എന്തിനാ? നല്ല വാക്ക് കേൾക്കണം, അത് മുഖാന്തരം വല്ലതും കൂടുതൽ കിട്ടണം, അല്ലെങ്കിൽ ജോലി സ്ഥിരത ഉണ്ടാവണം. പക്ഷേ ഇങ്ങോട്ട് കേൾക്കുന്നു മുറിപ്പെടുത്തുന്ന വാക്കുകൾ. മക്കൾക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെക്കുന്നു. പക്ഷേ മക്കളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ മുറിപ്പെടുത്തുന്നു. മാതാപിതാക്കളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ മക്കൾക്ക് മുറിപ്പാടുകൾ ഉണ്ടാക്കുന്നു. സഭയിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ, കൂട്ട സഹോദരങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ, മുറിപ്പാടുണ്ടാക്കുന്ന വാക്കുകൾ. ഒത്തിരി കഴിഞ്ഞ് സംസാരിച്ച്, ഒത്തിരി കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്, ഇല്ലേ? ഞാനാ പറഞ്ഞത് എനിക്ക് എങ്ങനെ പറയുവാൻ തോന്നി, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എൻ്റെ ഭർത്താവിനോട് പറയുവാൻ പറ്റി, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട്, എൻ്റെ ബന്ധുക്കളോട്, എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ ബോസിനോട്, എൻ്റെ വിശ്വാസികളോട്, എൻ്റെ പാസ്റ്ററോട്, എൻ്റെ മക്കളോട്, എൻ്റെ അമ്മയപ്പന്മാരോട് എങ്ങനെ എനിക്ക് പറയുവാൻ തോന്നി എന്ന് ചിന്തിക്കും വിധത്തിൽ നിങ്ങളറിയാതെ നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന മുറിപ്പാടുണ്ടാക്കുന്ന വാക്കുകൾ, നിങ്ങളെ ബന്ധിച്ച് പന്ന പിശാചു നിങ്ങളിലൂടെ എയ്തു വിടുന്ന, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ആഴത്തുള്ള മുറിവുകളെ സൃഷ്ടിക്കുന്ന സ്തോത്രം വാക്കുകൾ. സ്തോത്രം. ആ ബന്ധനത്തെ കർത്താവ് അഴിക്കും. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്ക്. സ്തോത്രം. പ്രാർത്ഥിക്ക്. ചൂട് നിമിത്തം ശത്രു പുറത്തു വരും. ആ കെട്ടുപൊട്ടും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ ശത്രു ലജ്ജിച്ച് തലകുനിക്കുവാൻ പോകുക. വാക്കുകൊണ്ട് നിങ്ങൾ തകർന്നു പോകുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന ശത്രു ലജ്ജിച്ച് തലകുനിക്കുവാൻ പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. നീ പ്രതീക്ഷിക്കുന്ന നല്ല വാക്കുകൾ. സ്തോത്രം. നിന്റെ ജോലി സ്ഥലത്ത് നിന്ന് നീ പ്രതീക്ഷിക്കുന്ന നല്ല വാക്കുകൾ നീ കേൾക്കുവാൻ പോകുക. സ്തോത്രം. സഹോദരൻ നിന്നോടാ, സഹോദരി നിന്നോടാ നല്ല വാക്ക് നീ കേൾക്കുവാൻ പോകുക. സഹോദരി നിന്റെ ഭർത്താവിൽ നിന്ന്, സഹോദര നിന്റെ ഭാര്യയിൽ നിന്ന്, മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളിൽ നിന്ന്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരിൽ നിന്ന്, നിങ്ങളുടെ ടീച്ചേഴ്സിൽ നിന്ന്, നിങ്ങളുടെ സഹപാഠികളിൽ നിന്ന്, നിങ്ങളുടെ സഭയിൽ നിന്ന്
നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നല്ല വാക്കുകൾ യേശുവിൻ നാമത്തിൽ ആ നല്ല വാക്കുകളെ കെട്ടിയിട്ടാണ് പിശാചു മോശം വാക്കുകളെ അറുക്കുന്ന, അതേ ഹൃദയങ്ങളെ അറുത്ത് മുറിക്കുന്ന വാക്കുകളെ നിങ്ങൾക്ക് വിരോധമായി എഴുതുകൊണ്ടേ ഇരുന്നത്. ആ കെട്ടഴിച്ച് ആ പിശാചിന്റെ പ്രവൃത്തിയെ അഴിച്ച് നല്ല വാക്കുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് തിരികെ തരിക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ കാതുകൊണ്ട് സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ഏറ്റവും നല്ല വാക്കുകൾ നിങ്ങൾ വിലമതിക്കുന്നവരിൽ നിന്ന്, യേശുവിൻ നാമത്തിൽ കലിങ്ങിലിരിക്കുന്നവരിൽ നിന്നല്ല, നാട്ടിലൂടെ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന അവരിൽ നിന്നല്ല, സ്തോത്രം, സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവരിൽ നിന്ന്, അധികാരങ്ങളുള്ളവരിൽ നിന്ന്, യേശുവിൻ നാമത്തിൽ നല്ല വാക്കുകൾ നിങ്ങൾ കേൾക്കുവാൻ പോകുക. ആ നല്ല വാക്കുകൾ റിലീസ് ചെയ്യപ്പെടുക. ആ കെട്ടുപൊട്ടി നല്ല വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, സ്തോത്രം. ഇത് തിരിച്ചറിയുക മീൻസ് കണ്ടെത്തിയ കെട്ടഴിക്കും. കണ്ടെത്തണമെങ്കിൽ തീ കത്തണം. ചൂട് നിമിത്തമേ, ആമേൻ, പ്രാർത്ഥനയുടെ ചൂട് നിമിത്തമേ പിശാച് പുറത്തു വരത്തുള്ളൂ. സ്തോത്രം. ആരെങ്കിലുമല്ല, നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുമോ? പിശാച് പുറത്തു വരും. തീർന്നില്ല, മുടിച്ചു കളയുക. പലരുടെയും പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾ അറിയാതെ ചിന്തിച്ചു പോകാറുണ്ട്, ഇതുകൊണ്ട് ഇവർക്കെന്ത് ലാഭം, അല്ലേ? നിന്റെ ജോലി നഷ്ടപ്പെട്ട സഹോദര, നിന്നെക്കാൾ നല്ല ജോലിയാ അവർക്ക് അവിടെ ഉള്ളത്, പക്ഷേ നിന്റെ ജോലി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. സഹോദരി, അതല്ലേ സംഭവിക്കുന്നത്? നിനക്ക് ഡ്യൂട്ടി കിട്ടരുത്, നീ അവിടെ ജോലി ചെയ്യരുത്. അപ്പോൾ നീ ചിന്തിച്ചിട്ടില്ലേ, കർത്താവേ, എനിക്ക് ജോലി കിട്ടാതിരുന്ന, ഞാൻ ജോലിയില്ലാതെ ഇവിടെ ഇരുന്ന അവർക്ക് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. എങ്കിലും നശിക്കണം, മുടിഞ്ഞു കാണണം. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അവർക്കൊന്നും കിട്ടാനില്ല. എങ്കിലും നീ ജോലിയില്ലാതെ നരകിക്കണം. നീ നാണം കെട്ട്, സ്തോത്രം, കടക്കാരനായി നിന്ന സഹിച്ച് പലരുടെ മുമ്പിൽ തലകുനിച്ച് അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നീ നശിച്ച് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. സ്തോത്രം. അങ്ങനെയുള്ളവർ ഇല്ലേ സഹോദരി? പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, നിന്റെ കുടുംബത്തിനകത്ത് കലക്കം ഉണ്ടാക്കിയിട്ട് നിന്റെ ഭർത്താവിനോട് വേണ്ടാത്തത് പലതും പറഞ്ഞു കൊടുത്ത് വീട്ടിനകത്ത് വഴക്കുണ്ടാക്കിയിട്ട്, അല്ലേ സഹോദര, നിന്റെ ഭാര്യയോട് പലതും പറഞ്ഞു കൊടുത്ത് വീട്ടിനകത്ത് വഴക്കുണ്ടാക്കിയിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. മുടിഞ്ഞു കാണണം, നശിക്കണം. നിങ്ങൾ അതുതന്നെ അല്ലേ മാതാവേ? നിങ്ങളുടെ മക്കൾ, അവരുടെ ഭാവി, അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവർക്ക് എന്ത് കിട്ടാനോ? ഒന്നും കിട്ടാനില്ല. എന്നിട്ടും അതിനെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി പറയുവാൻ പാടില്ലാത്തത് പറഞ്ഞ് ആ വിവാഹം, എത്ര വിവാഹമാണ് അവർ മുടക്കിയത്? എന്നിട്ട് അവർക്ക് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടാനില്ല, ചുമ്മാ മുടക്കുക. ആമേൻ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ സ്തോത്രം. സഭയെ ചുമ്മാ പറഞ്ഞു പൊളിക്കുക. ഒന്നും കിട്ടാനില്ല. അവരെന്നിട്ട് നടത്തോ? ഇല്ല. പൊളിക്കുക, മുടിക്കുക, നശിച്ചു പോകുക. നിങ്ങൾ നശിക്കണമെന്ന് ആഗ്രഹിച്ചായിരിക്കുന്ന ആ പിശാചിനെ നിങ്ങൾ തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ. സ്തോത്രം. അയ്യോ, എനിക്കിന് വയ്യ കർത്താവേ, ഇത്രയൊക്കെ ആയിട്ടും എന്ന് ചിന്തിച്ചിരിക്കുന്ന നിങ്ങളോടാ പറഞ്ഞ. ഇതാണ് തിരിച്ചറിയേണ്ട കാര്യം. ഇവിടെയാണ് പ്രാർത്ഥിക്കുവാനുള്ളത്. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ഇവിടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുവാനുള്ളത്. പിശാച് മുടിക്കുമ്പോ, അറുക്കുമ്പോ, മോഷ്ടിക്കുമ്പോ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഉയരുമ്പോ ആ ചൂട് നിമിത്തം ഈ പിശാച് പുറത്തു വരും. പലരും അറിയുന്നില്ല. അറിയാതിരുന്നാലുള്ള കുഴപ്പം എന്താ? രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നാബോത്ത് എന്നൊരു ഭക്തനെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയും. വായിച്ചു മനസ്സിലാക്ക്. അവൻ ശത്രുവിനെ തിരിച്ചറിഞ്ഞില്ല, കാലേവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. തിരിച്ചറിഞ്ഞില്ലേ, ഈ പിശാച് നിങ്ങളെ തീർക്കും. തിരിച്ചറിഞ്ഞാൽ ആ പിശാചിന്റെ പ്രവൃത്തിയെ കർത്താവ് അഴിക്കും. അവൻ ലജ്ജിച്ച് തല താക്കും. പ്രാർത്ഥിക്ക്, പിശാച് പുറത്തു വരും. കർത്താവ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കും. അതെ, ആ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും നല്ലത് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേര് ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന്. പിശാചിനെയും അവൻ്റെ കെട്ടുകളെയും പൊട്ടിക്കുവാൻ അധികാരം യേശുവിൻ നാമത്തിൽ കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന ശിഷ്യന്മാരെന്ന നിലയിലുള്ള കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന ശിഷ്യനെന്ന അധികാരം, ആ അധികാരത്താൽ ആ കെട്ടുപൊട്ടും. താങ്ക് ഗോഡ്. നിങ്ങൾ പ്രാർത്ഥിക്കും, അധികാരത്താൽ കെട്ടുപൊട്ടും. നല്ലത് നിങ്ങൾ അനുഭവിക്കും. നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും
പ്രൈസർ ഫാമിലിക്ക് പരിചയപ്പെടുത്തുക, കോൺടാക്റ്റുകൾ കൈമാറുക. എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതൽ ലൈവായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ കഴിയും. പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വലിയ സാക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് നടന്ന് കയറുവാൻ കഴിയും. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും അഴിക്കുന്ന ദൈവപ്രവൃത്തി ആവോളം അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരമൊരുക്കും. എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ. നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോകാത്ത ആളാണെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും തകർത്ത് ദൈവമൊരുക്കിയിരിക്കുന്ന വിടുതലുകളെ അനുഭവിക്കാം. പിശാച് ലജ്ജിക്കുമെങ്കിൽ നിങ്ങൾ തല ഉയർത്തും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയുവാൻ കഴിയാതെ ഇന്നലകളിൽ പിടിക്കപ്പെട്ടു പോയി, ഇന്നലകളിൽ ബാധിക്കപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് പ്രാർത്ഥിച്ച് ആ പിശാചിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ് ആ പിശാച് പുറത്തു വരുന്നത് കണ്ട്, അവൻ ലജ്ജിക്കപ്പെടുന്നത് കണ്ട് തല നിവർത്തുവാൻ തക്കവണ്ണം ഇവരെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ഇവരുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും അങ്ങ് അഴിച്ച കൃപയ്ക്കായി താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ സമയം രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ വാങ്ങിമാട്ടെ. വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന രോഗങ്ങൾ, ശരീരത്തിനെ മനസ്സിനെ തളർത്തിക്കളയുന്ന എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. മാനസിക രോഗി എന്ന് പേര് കൽപ്പിക്കുന്ന രോഗങ്ങൾ വിട്ടുമാറട്ടെ. ജന്മനാനുള്ള രോഗങ്ങൾ, അവയവങ്ങളിൽ ബാധിച്ച രോഗങ്ങൾ വിട്ടുമാറ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. താങ്ക് ഗോഡ്. ജന്മനാനുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. ജനിതക രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്ക്. തലമുറകളുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ മുൻപോട്ടുള്ള ജീവിതം, നല്ല അഡ്മിഷനുകൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക. സ്തോത്രം. നിന്റെ കാത്തിരിപ്പിന് അറുതി വരിക. ആ ലോൺ സാങ്ഷൻ ആവുക. താങ്ക് ഗോഡ്. എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആവുക. ആ തടസ്സം മാറുക. ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. എല്ലാ ബാധ്യതകളും മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ചാട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ കൊടുത്തു തീർക്കുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നു യേശുവപ്പാ, ആ ബാധിപ്പുകളിൽ നിന്ന് ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി ഇവരെ കടക്കാരാക്കി ഒന്നിനും കൊള്ളാത്തവരാക്കി തീർക്കുന്ന എല്ലാ വെല്ലുവിളികളും ഇപ്പോൾ വിട്ടുപോ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. സംശയരോഗമിട്ട് പരസ്പരം കലക്കവും ഉണ്ടാക്കി കുടുംബത്തിന്റെ സമാധാനത്തെ സ്വസ്ഥതയെ തകർത്ത് കളയുന്ന എല്ലാ വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുപോ. ആമേൻ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിശാലത ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. ഇവർ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വഴികൾ വാതിലുകൾ തുറന്നു വരട്ടെ. അപ്പാ, ഈ ജനത്തിനു വേണ്ടി എൻ്റെ ദൈവങ്ങൾ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം, ആ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കുവാൻ കഴിയാതെ വാദിച്ച് വെല്ലുവിളിക്കുന്ന എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. അത് വിറ്റുപോകുമെന്ന് വാദിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തി തകർക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, പണിയപ്പെടട്ടെ. പ്രാർത്ഥനകൾ ഉയരട്ടെ. ആ ചൂട് നിമിത്തം പന്ന പിശാച് പുറത്തു വരട്ടെ. താങ്ക് ഗോഡ്. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. തലമുറകളുടെ വിവാഹം നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.